ഇഞ്ചോടിഞ്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കുന്ന മത്സരാർത്ഥികളെ ഓരോരുത്തരായി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? മാളവിക, കാഞ്ചന, ആശ, കല്യാണി, ആരതി, വിദ്യ, സിനി, സുമി, രജിത, ശാന്തി. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞില്ല. ഒരാളിവിടെ ഉണ്ട്. ഹലോ, ദേവസൂര്യ. ഓക്കെ, ഇപ്പൊ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരാളുടെ ഉണ്ട്, ഗസ്റ്റ് അല്ലേ? പേര് പുഷ്പ. പേര് റോഹിണി. പേര് പറയൂ. പുതിയ ഉടുപ്പ് കിട്ടും. പേര് പറയൂ. പേര് പറയൂ. കനിന്ന് പറഞ്ഞോട്. കനിക്കുട്ടി. അപ്പോൾ എല്ലാവരും കളി തുടങ്ങാറായി. കളി. അപ്പോൾ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എന്താണെന്നുള്ളത് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ആകെ 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ 10 രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ നൽകുക. ഏറ്റവും കൂടുതൽ ആരാണോ ആൻസർ പറയുന്നത് അവരെ വിജയിയായി പ്രഖ്യാപിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഗ്രാം തുടങ്ങാം. എല്ലാവരും റെഡിയാണോ? ഉറക്കെ പറയൂ. റെഡിയാണോ? റെഡി. എന്തോടെ ഒരു ഉന്മേഷമില്ലാത്ത, വെള്ളം കുടിച്ചില്ലേ? റെഡിയാണെന്ന് ഉറക്കെ പറയൂ. യെസ്, ഉണർന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇരിപ്പിടം മാറുന്നതിനനുസരിച്ച് പേര് മാറുന്ന വസ്തു ഏതാണ്? ഇരിപ്പിടം മാറുന്നതിനനുസരിച്ച് പേര് മാറുന്ന വസ്തു. ആൻസർ പറയുമ്പോഴേ ഉറപ്പായിട്ടുള്ള ആൻസർ ആണെന്ന് തോന്നിയ കൈ പൊക്കിയിട്ട് പറയണേ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് കയറി പറയും, പിന്നെ അവിടെ അടിയാവും. ക്ലൂ തരാം. നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ള ഒരു വസ്തുവാണിത്. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലുണ്ട്. അല്ല, ഇരിപ്പിടം മാറുന്ന പേര് മാറുന്ന കരൾ. കണ്ണ് അല്ല, കാലല്ല. പറഞ്ഞോ. ഇനിയിപ്പോ എല്ലാ ഭാഗങ്ങളും പറയുമ്പോ ഞാൻ ഇങ്ങനെ കേട്ടോണ്ട് നിന്നിട്ട് ആൻസർ പറയുമ്പോ ആ പരിപാടി. മുടി. യെസ്, കറക്റ്റ്. പേരെന്താ? രജിത. കണ്ട, ബുദ്ധിയുള്ളവരുണ്ടോ അതില്? നമ്മുടെ രജിതയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. നല്ലൊരു ക്ലാപ്പ്. രോമം, മുടി. യെസ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ദേഹം മുഴുവൻ മുള്ള്, തലയിൽ മാത്രം കിരീടം, എന്താണ്? യെസ്, പൈനാപ്പിൾ. പേര്? വിദ്യ. എന്തൊരു സന്തോഷം. ഒരെണ്ണം പറയും. ഇനി എനിക്ക് പറഞ്ഞില്ലേലും കുഴപ്പമില്ല. വിദ്യ അല്ലേ? അപ്പോൾ വിദ്യയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വിദ്യയും രജിതയും ഇഞ്ചോടിഞ്ഞ് നിൽക്കുകയാണ്. ഇനി അടുത്തത് ആരായിരിക്കും? തരായിട്ട് നില്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കണ്ടാൽ ഒരു വണ്ടി, തൊട്ടാൽ ഒരു ചക്രം, എന്താണ്? കാണുമ്പോൾ ഒച്ചല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. പറഞ്ഞോ. അട്ട. ഇവിടെ പറഞ്ഞിവിടെ നമ്മുടെ വിദ്യ 2 ക്വസ്റ്റിൻ്റെ ആൻസർ. ഞാൻ ഭയങ്കര സംഭവം തന്നെ പോയി ആലോചിക്കണം. ഈ ഗ്രൂപ്പിനൊരു പ്രത്യേകത ഉണ്ട്. അങ്ങറ്റത്ത് നിൽക്കുന്ന 3 പേരും ഇങ്ങറ്റത്ത് നിൽക്കുന്ന 3 പേരും ട്രിവാൻഡ്രവും, നടുക്ക് നിൽക്കുന്നത് ഇത്രയും പേര് തൃശ്ശൂർക്കാരുമാണ്. അതാണ്, പൂരത്തിന്റെ ഇടയിൽ നിന്ന് ജസ്റ്റ് ബ്രേക്ക് എടുത്ത് ട്രിവാൻഡ്രം ബീച്ച് കാണാൻ വന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ. കാറും പേനയും കൊണ്ട് ജോലി ചെയ്യുന്നവർ ആര്? കാർപ്പൻ്റർ. വിദ്യ. 3 ക്വസ്റ്റ്യൻ അല്ലേ? ഓ മൈ ഗോഡ്, ഭയങ്കര സംഭവം തന്നെ കേട്ടാ. എന്നെ അതിശയിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ നൽകി ലീഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം തൃശ്ശൂർക്കാരി വിദ്യയാണ്. ട്രിവാൻഡ്രംകാർ ഇങ്ങനെ ഇന്നില്ലേ എന്നെ പറയിപ്പിക്കാനായിട്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ. മരണത്തിൻ്റെ അവസാനം എന്താണ്? ഇപ്പോൾ പറയും പ്രേതമൊന്നും അല്ല. അമ്മല്ല. അല്ല, മരണത്തിൻ്റെ അവസാനം എന്താണ്? അതാണ്. അമ്മല്ലേ പറഞ്ഞ? പറഞ്ഞായിരുന്നല്ലേ? അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാം. പറഞ്ഞായിരുന്നല്ലേ? അപ്പൊ നമുക്ക് എഡിറ്റ് ചെയ്യാം. പേരെന്താ? സിനി. അപ്പോൾ നമ്മുടെ സിനിയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. നമ്മാണ് ആൻസർ. നല്ലൊരു ക്ലാപ്പ്. അവസാനം പണിയാവും. ഒരു ബാച്ചാണ്.
അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യന്? ആറാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ, പല്ലിലും മരത്തിലും ഒരുപോലെ ഉള്ളത് എന്താണ്? ആരുടെ ആദ്യം പറഞ്ഞു? ഇങ്ങോട്ടാണ്, ഇങ്ങോട്ട്. ഇവിടെയാണ് ആദ്യം പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ട. പേര് പുഷ്പ. നമ്മുടെ അവസാനത്തെ ഗസ്റ്റ് പുഷ്പ ചേച്ചിയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. വേരുകളാണ് ആൻസർ. 2, 3 സ്റ്റാർട്ട്. പാടിക്കോ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്യാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ്, കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. നാടാകെ ചൊല്ലണ്, നാട്ടാരും ചൊല്ലണ്, കാടാണ് കരളിയിലെന്ന്, കൊടും കാടാണ്, കൊടും കാടാണ് കരളിയിലെന്ന്. അപ്പോൾ നല്ലൊരു ക്ലാസ്. നമ്മൾ പാടിയവർക്ക് വേണ്ടി ഒരു ക്ലാപ്പെങ്കിലും ചെയ്യടേ. ആ അതാണ്, വരട്ടെ വരട്ടെ. ഈ മനോഹരമായ ഗാനം എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് വന്നതെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ സംഭവിച്ചത്? ട്യൂബ് ലൈറ്റ് ആണ്. എന്താണ് സംഭവിച്ചതെന്നൊന്ന് പറയൂ. അതിപ്പോഴാണ് ഇങ്ങോട്ട് പാസ് ചെയ്തതല്ലേ? നമ്മൾ നേരത്തെ അതൊക്കെ ചിരിയൊക്കെ കഴിഞ്ഞ് 10 മിനിറ്റും കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനുമായി. അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യന്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ജൂണിൽ 1 പ്രാവശ്യവും നവംബറിൽ 2 പ്രാവശ്യവും കാണാം, മെയ്യിൽ കാണുകയില്ല. എന്താണത്? ജൂണിൽ 1 പ്രാവശ്യം, നവംബറിൽ 2 പ്രാവശ്യം കാണാം. നോ. യെസ്, ഈ അല്ലേ പറഞ്ഞ? യെസ്. ചേച്ചിയുടെ പേരെന്താ? രജിത. നമ്മുടെ രജിത ചേച്ചി 2 ക്വസ്റ്റ്യന്റെ ആൻസറും വിദ്യ 3 ക്വസ്റ്റ്യന്റെ ആൻസറും നൽകി ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും വിജയ് എന്ന് നോക്കാം. രജിത നമ്മുടെ ഇവിടെ തൃശ്ശൂരുള്ളതല്ലേ? യെസ്. അപ്പോൾ 2 പേരും തൃശ്ശൂർക്കാരാണ്, ട്രിവാൻഡ്രം ആരും ഇല്ല. അതെനിക്ക് വളരെ അപമാനകരമായ ഒരു കാര്യമാണ്. എങ്കിലും കുഴപ്പമില്ല, ഞാൻ സഹിച്ച്. എന്താണ് തൃശ്ശൂർ? ഞാനും എടുക്കുവാ. അതാണ്, നമ്മൾ വിട്ടുകൊടുക്കുകയാണ്, നമ്മള് വിട്ടുകൊടുക്കുകയാണ്. യെസ്. എന്തോ? അതാണ് ചേച്ചി മൗനമായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഒന്നും പറയാം. ഓ എനിക്കറിയെങ്കിൽ അവരെടുത്തോട്ട്. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ. 8ാമത്തെ ക്വസ്റ്റ്യൻ, നാക്കില്ലാതെ സംസാരിക്കുകയും ചെവിയില്ലാതെ കേൾക്കുകയും ചെയ്യുന്നത് ആര്? യെസ്, നോ. നാക്കില്ലാതെ സംസാരിക്കുകയും ചെവിയില്ലാതെ കേൾക്കുകയും ചെയ്യുന്നത് ആര്? ആ പറ. ഇവിടെ ആര് ഫോൺ പറഞ്ഞു? ഫോണാണ്. പേര്? കല്യാണി. ട്രിവാൻഡ്രത്തിന് അഭിമാനകരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കല്യാണി. കല്യാണിക്ക് ജയ് വിളി. ഏതല്ല, കല്യാണിക്ക് ജയ്. യെസ്. അത് നമ്മൾ കൊടുത്തതല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചോദിക്കണേ. എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ഒന്നാണ്, ഞാൻ ഒന്നിനെ 2 ആക്കും. ആരാണ് ഞാൻ? എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ഒന്നാണ്, ഞാൻ ഒന്നിനെ 2 ആക്കും. ആരാണ് ഞാൻ? എന്തോ? നോ. എന്തോ പറഞ്ഞേ? അല്ല, അല്ല. എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ഒന്നാണ്, ഞാൻ ഒന്നിനെ 2 ആക്കും. ഈ അക്ഷരം എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ലെറ്റർ ആണ്. ഞാൻ എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ഒന്നാണ്, ഞാൻ ഒന്നിനെ 2 ആക്കും. ലെറ്റർ അല്ല, വേർഡല്ല ഞാൻ ചോദിച്ചത്. ആ സാധനം എന്താണ്? ആ സാധനം എന്താണ് എന്ന് വെച്ചാൽ, ഞാൻ ഒരു സാധനം, എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ഒന്നാണ്. ആ, ഒരു ഒബ്ജക്റ്റ് ആണ്, ഒന്നാണ്. ഞാൻ ഒന്നിനെ 2 ആക്കും. എന്താണ് ഞാൻ?
അല്ല, അതുപോലത്തെ ഒരു സാധനമാണ്. യെസ്, ഇവിടെ ആരാ കത്രിക എന്ന് പറഞ്ഞേ? ഇവിടെ പേര് സിനി. അപ്പോൾ സിനി ചേച്ചി ഉണർന്നിരിക്കുകയാണ്. നല്ലൊരു കയ്യടി. എന്തോടെ എല്ലാരും ഉറങ്ങിയാ? ഇവിടെയൊക്കെ വീട്ടുവിശേഷങ്ങൾ പറയണമെന്നുണ്ട്. നടുക്ക് തൃശ്ശൂർക്കാർ മാത്രമേ അനങ്ങുന്നുള്ളൂ. ആ, നല്ലത്. തിരുവനന്തപുരം പറയല്ലേ, അറിയാമെങ്കിലും പറയരുത്. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തോടെ പുട്ടുണ്ടാക്കണം. 9ാമത്തെ ക്വസ്റ്റ്യൻ, മണക്കാൻ പറ്റും പക്ഷെ രുചിക്കാൻ പറ്റില്ല, എന്താണ്? ഇവിടെ പറഞ്ഞു മൂക്ക്. പേര് പുഷ്പ. നമ്മുടെ പുഷ്പ ചേച്ചി 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞല്ലേ? 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. ട്രിവാൻഡ്രം കണ്ടുപടി. അങ്ങ് അറ്റത്ത് 2 ക്വസ്റ്റ്യൻ എങ്കിലും 3 ക്വസ്റ്റ്യൻ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ദിവ്യയാണ്. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് എത്തി. ആന് പിടിക്കൂ, ആരായിരിക്കും നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, ആർക്കും ഇഷ്ടമല്ലാത്ത അറ ഏതാണ്? നോട്ടെ, ഇവിടെ പറഞ്ഞു. അവിടെ നമ്മുടെ പുഷ്പ ചേച്ചി ട്രിവാൻഡ്രവും തൃശ്ശൂരും ടൈപ്പായി ഇരിക്കുകയാണ്. എങ്ങനെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും. ലാസ്റ്റ് ഒന്നും ഇങ്ങനെ ആവുമെന്നു. ഞങ്ങൾ ആദ്യം ഒന്ന് താഴ്ന്നു കൊടുത്തതാണല്ലേ, കിട്ടണേ കിട്ടണ്ടെന്ന്. ട്രിവാൻഡ്രം വേഴ്സസ് തൃശ്ശൂർ. വന്നോ, രണ്ടുപേരും ഇവിടെ ഒന്ന് ഒരുമിച്ച് നിന്നോളൂ. ബാക്കിയുള്ളവർ സ്ട്രെയിറ്റാ. അവിടെ എല്ലാവരും. ഈ കളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എനിക്ക് ആരെയും വിശ്വാസമില്ല. ഇങ്ങോട്ട് നീങ്ങുന്നു. ഇവിടെ ഇന്ന് പറഞ്ഞു കൊടുക്കുമെങ്കിൽ എല്ലാത്തിനെയും അടിക്കുന്നു. ഇതിന് ട്രിവാൻഡ്രക്കാരെ എനിക്ക് അത്ര വിശ്വാസമില്ല. ഇങ്ങോട്ട് അവരോട് ഞാൻ ട്രിവാൻഡ്രം ആയതുകൊണ്ട് എനിക്കറിയാം ഭയങ്കര സത്യസന്ധതയാണ്. അപ്പോൾ ഇഞ്ചോടിഞ്ചിലെ വെറൈറ്റി ആയുള്ള മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രിവാൻഡ്രവും തൃശ്ശൂരും തമ്മിലുള്ള അതിഗംഭീരമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ടി വേഴ്സസ് ടി. ഏത് ടി ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ മത്സരത്തിനൊരു പ്രത്യേകത ഉണ്ട്. ട്രിവാൻഡ്രവും തൃശ്ശൂരും വായെല്ലാം അടച്ച് പല്ല് വെളി കാണിക്കരുത്, അടച്ച് മിണ്ടായിരിക്കുക. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ച് ഇവിടെ ഈ 2 പേര് മാത്രം ഇവരെ പല്ല് കാണിക്കാം, നിങ്ങളാരും പല്ല് കാണിക്കാതിരിക്കുക, ഇങ്ങനെ ഇരിക്കുക. ആരെങ്കിലും തുറക്കുമെങ്കിൽ നോക്കിക്കോ. ആരും ആൻസർ പറയരുത്. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ 2 പേര് മാത്രം ആൻസർ പറയുക. ഇവർ പറഞ്ഞില്ല എങ്കിൽ അങ്ങോട്ട് പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കണേ. എത്ര സ്നേഹിച്ചാലും എല്ലാവരും പിന്നിൽ നിന്ന് കുത്തും, ആരാണ് ഞാൻ? എത്ര സ്നേഹിച്ചാലും ആ ഒരു സാധനം എത്ര എന്നെ സ്നേഹിച്ചാലും എന്നെ പിന്നിൽ നിന്ന് കുത്തും, ആരാണ് ഞാൻ? ഒരു ക്ലൂ തരാം. അല്ല, ഈ ക്വസ്റ്റ്യനിലൊന്നും ക്ലൂ തരാൻ പറ്റില്ല. ക്വസ്റ്റ്യൻസ് ചോദിച്ചു പോവാം. ആൻസർ അറിയത്തില്ലല്ലോ. ക്ലൂ കൊടുക്കണോ? വേണ്ട. ക്ലൂ പറഞ്ഞ ഇപ്പൊ പറയും. അപ്പോൾ അതിനെ കഷ്ടപ്പെട്ട് ചെയ്യണം. ആരാണ് ജയിക്കുന്നതെന്നൊന്നും അറിയാം. നോ. അവൾ ക്വസ്റ്റ്യൻ ക്യാൻസൽ. 2ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാവരെയും തല്ലുകൂടാൻ വിളിക്കും എന്നാൽ ഒരിക്കലും വീട് വിട്ട് പുറത്തു വരില്ല, ആരാണത്? പേനല്ല. പറ. എല്ലാവരെയും തല്ലുകൂടാൻ വിളിക്കും എന്നാൽ ഒരിക്കലും വീട് വിട്ട് പുറത്തു വരില്ല, ആരാണത്? യെസ്, നാക്ക്. ആ സെയിം ഡയലോഗ് ട്രിവാൻഡ്രത്ത് നിന്ന് കടമെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. വിട്ടുകൊടുത്തിരിക്കുന്നു. അപ്പോൾ ട്രിവാൻഡ്രം ജയിച്ചിരിക്കുന്നു. പുഷ്പ ചേച്ചിക്ക് എന്തേടെ ഇനിയെങ്കിലും ഒരു ജയ് വിളിയണേ. പുഷ്പ ചേച്ചിക്ക്. ഇഞ്ചോടിഞ്ഞ പോരാട്ടത്തിൽ വിജയിച്ചിരിക്കുന്ന പുഷ്പ ചേച്ചിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ തൃശ്ശൂരിൽ നിന്നും നമ്മുടെ സ്വന്തം വിദ്യ. യെസ്, സമ്മാനം ഇവിടെ. അപ്പോൾ തൃശ്ശൂർ തിരുവനന്തപുരത്തിന് സമ്മാനം കൈമാറുകയാണ്. എന്തെങ്കിലും 2 വാക്ക് 2 പേരും കൂടെ സംസാരിക്കൂ. എന്താ?
എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? പ്രോഗ്രാം വളരെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് വേറൊരു ടീമായിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് വരണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. വന്നു, നന്നായി മത്സരിക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർക്കാർ വീണ്ടും വിശാല ഹൃദയരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. സന്തോഷം. സന്തോഷം സമ്മാനം കിട്ടിയത് കൊണ്ടാണോ? എന്താണ് സന്തോഷം എന്ന് പറഞ്ഞില്ല. എന്താ 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 പ്രതീക്ഷിച്ചിട്ടല്ല വന്നേ, വെറുതെ അങ്ങനെ വന്നു. അപ്പൊ സമ്മാനം കിട്ടി, ഇരട്ടി സന്തോഷം. ഇരട്ടി സന്തോഷം. പിന്നെ സൂപ്പറായിരുന്നു. വന്നതിലും കണ്ടത് അതിയായ സന്തോഷമുണ്ട്. ഒരിക്കലും നമുക്ക് സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല വന്നത്. പക്ഷെ അതിനേക്കാളും അപ്പുറം ഞങ്ങൾക്ക് കൊച്ചിൻ്റെ പേര് പറഞ്ഞു, പേര് അനുശ്രീ. അനുശ്രീ നന്നായി ഇതെല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നുണ്ട്. അവളെ ചിരിയും എല്ലാം, ആളെ കൂട്ടാനും എല്ലാം അതിനുള്ള കഴിവുള്ള എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ആശീർവദിക്കുന്നു. താങ്ക് യു ചേച്ചി. ഇനി കൊച്ചിന്റെ ഒരു പാട്ട് കേൾക്കാം. നമ്മുടെ ജില്ലകൾ പറയൂ. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, ആലപ്പുഴ, കോഴിക്കോട്, വയനാട്, ആശം, കണ്ണൂർ, കണ്ണൂർ, കാസർഗോഡ്, കാസർഗോഡ്. അടിപൊളി. ഒരു പാട്ടുകൂടെ പാടോ? പെരിയോനെ പാട്. ബിരിയാണി, പാട്ട് പാടി. ബിരിയാണി, ബിരിയാണി, ഡൺ. അടിപൊളി അടിപൊളി. സൂപ്പർ ആയിട്ടുണ്ട്.